സിറ്റിയിലെ ഹോസ്പിറ്റലിലെ ഒരു വലിയ തുക ചീഫ് പാർക്കിന് ചെലവായിട്ടുണ്ട്. ഇൻഷുറൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ അയാൾക്ക് ചെസ്റ്റ് പെയിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഹാർട്ട് അറ്റാക്ക് വന്നില്ല, അതുകൊണ്ട് എമൗണ്ട് തരാനായിട്ട് പറ്റത്തില്ല എന്ന് ഇൻഷുറൻസ് കമ്പനി പറയും. അതിന്റെ ദേഷ്യമാണ് അയാൾ ഡോജി എടുത്ത് കാണിക്കുന്നത്. ആ ഒരു നെഞ്ചുവേദന കൂടിയിട്ടാണ് നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് ആകാൻ പോകുന്നു എന്ന് ഞാൻ പറഞ്ഞു തന്നു. ഡോജി പറയുമ്പോൾ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഒന്നും വന്നില്ലല്ലോ, ഞാൻ പറഞ്ഞ ഗുളിക തന്നിരുന്നെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയേനെ, അപ്പോൾ ഇത്രയും അധിക ചിലവ് എനിക്ക് വരത്തില്ലായിരുന്നു. ഇപ്പോൾ ഇതെന്റെ കയ്യിൽ നിന്നാണ് ഇതെല്ലാം ചിലവായേക്കുന്നത്, ഇൻഷുറൻസും കിട്ടത്തില്ല, ഈ തുക ഞാൻ ഇനി എങ്ങനെ തിരിച്ചു പിടിക്കും എന്നൊക്കെയാണ് അയാൾ ദേഷ്യത്തിൽ ചോദിക്കുന്നത്. നിങ്ങൾ പിറ്റേ ദിവസം പോകാനായിട്ട് നിന്നിരുന്നെങ്കിൽ നിങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ട് ആ ഇൻഷുറൻസ് തുക നിങ്ങളുടെ ഫാമിലിക്ക് മാത്രമേ കിട്ടത്തുള്ളായിരുന്നു എന്ന് ഡോജി ദേഷ്യത്തിൽ പറഞ്ഞിട്ട് പോകും. ഇത് തെറ്റിദ്ധാരണയാണ്, നമുക്ക് പറഞ്ഞ് ശരിയാക്കാം എന്നൊക്കെ ഹാരി അയാളെ ആശ്വസിപ്പിച്ചിട്ടാണ് പോകുന്നതെങ്കിലും അയാൾ നല്ല ദേഷ്യത്തിലാണ്. പാർക്ക് അവിടുത്തെ വില്ലേജ് ചീഫാണ്. ആള് ജെല്ലിലാണ്, എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. അത്രയും പൈസ ചെലവായതിന്റെ ദേഷ്യമായിരിക്കും. അയാൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാൻ പറ്റത്തില്ലെന്ന് ഹാങ് നേരത്തെ ഡോജിക്ക് വാർണിംഗ് കൊടുക്കും. അവരെ കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് വന്നതാണ്. അവിടെ കട്ട്ലറ്റ് പ്രിപ്പയർ ചെയ്യുകയാണ്, എല്ലാവരും വരാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റ് ലേഡി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ വന്നു കഴിയുമ്പോഴത്തേക്കിനും എല്ലാം തീർന്നു പോയി, ഇൻഗ്രീഡിയൻസ് ഒന്നും ബാക്കിയില്ല എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ വിളിച്ചിട്ടല്ലേ വന്നതെന്ന് ചോദിക്കുമ്പോൾ അകത്തുനിന്ന് പാർക്ക് വരുന്നത് കാണും. അവർക്കെല്ലാം കാര്യം മനസ്സിലാവും. ഞാൻ കാരണമാണല്ലോ ഇത് സംഭവിച്ചതുകൊണ്ട് ഞാൻ കഴിക്കാനായിട്ട് വരുന്നില്ല, ബാക്കി എല്ലാവരും കഴിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ഡോജി പോകുമ്പോൾ ഹാരിയും അവൻ്റെ കൂടെ ചെല്ലും. 3 ദിവസം കഴിഞ്ഞ് ലീ വീണ്ടും കാണാനായിട്ട് വരുമ്പോൾ അയാളുടെ ചുമ കുറഞ്ഞിട്ടില്ലെന്ന് അവന് മനസ്സിലാവും. അവൻ വീണ്ടും കുറച്ച് പരിശോധനകളൊക്കെ നടത്തും. ഇത് കുറച്ച് സീരിയസ് ആണ്, അതുകൊണ്ട് സിറ്റിയിലെ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യമായ ടെസ്റ്റ് ഒക്കെ ചെയ്യേണ്ടി വരും എന്ന് പറയും. ചീഫിന്റെ അടുത്ത് ചെയ്ത് കൂട്ടാ, എൻ്റെ അടുത്ത് ചെയ്യാമെന്ന് വിചാരിക്കേണ്ട, എനിക്ക് ചീഫിന്റെ പോലെ കയ്യിൽ പൈസയൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഗുളിക ഇങ്ങ് തരുവാണെങ്കിൽ എനിക്കെല്ലാം ഓക്കെ ആവുമെന്ന് അറിയാമെന്ന് പറഞ്ഞിട്ട് അയാൾ ദേഷ്യപ്പെടും. നിങ്ങളൊക്കെ ചോദിക്കുന്ന ഗുളിക തരാനായിട്ടിരിക്കുന്ന വെൻഡിങ് മെഷീൻ അല്ല ഞാനെന്ന് പറഞ്ഞിട്ട് ഡോജിയും തിരിച്ച് അയാളോട് ദേഷ്യപ്പെടും. ഡോക്ടറെ എങ്ങനെ കാണാൻ വരുന്ന ഒരു പേഷ്യന്റിന് മുട്ടുവേദനയാണ്, ഹണിബി എക്സ്ട്രാക്ട് മുട്ടുവേദനയ്ക്ക് നല്ലതാണെന്ന് കേട്ടിട്ട് അവരൊരു കുപ്പി നിറച്ച് ഹണിബീസിനെ പിടിച്ചടച്ചിട്ടാണ് വന്നേക്കുന്നത്. അത് കാണുമ്പോൾ അവന് പേടിയാവും. അത് ഇവിടെ വെച്ച് തുറക്കരുത്, അതിനെ വെച്ചിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല, അതിൽ നിന്ന് എക്സ്ട്രാക്ട് ഒക്കെ എടുത്താലേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് അതുകൊണ്ട് തിരിച്ചു പോകാനായിട്ട് അവൻ പറയും. പക്ഷെ അവരത് അവിടെ വെച്ചിട്ട് പോകും. അവനത് പേടിയായതുകൊണ്ട് ജംഗ്സൂണിന്റെ അടുത്ത് അതൊന്നും എടുത്ത് മാറ്റാമോ എന്ന് ചോദിക്കും. യങ്ങിന്റെ ഫാമിലി റിച്ച് ആണ്. അവന്റെ അച്ഛന് സോളില് സ്വന്തമായിട്ടൊരു ക്ലിനിക് ഒക്കെ ഉണ്ട്. അവൻ റൂമില് ഫിഷ് ടാങ്കിൽ ഫിഷിനെ വളർത്തുന്നതും ബ്രാൻഡഡ് ആയിട്ടുള്ള സ്ലിപ്പേഴ്സ് ഒക്കെ വാങ്ങുന്നതും കാശിന്റെ അഹങ്കാരം കൊണ്ടാണെന്നാണ് ജംഗ്സൂൺ വിചാരിച്ചേക്കുന്നത്. അതുകൊണ്ട് അവനോട് ദേഷ്യത്തിലാണ് എപ്പോഴും സംസാരിക്കുന്നത്. അവൾ എന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറുന്നതെന്ന് അവന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊന്ന് മാറ്റി വെക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ സിറ്റിയിൽ വളർന്നതുകൊണ്ട് ഇതൊന്നും പരിചയമില്ല, ഞാൻ ഇവിടെ ആയതുകൊണ്ട് എനിക്കിതൊക്കെ ഈസി ആണെന്നാണ് ഇയാൾ വിചാരിച്ചു വെച്ചേക്കുന്നതെന്ന് അവൾ ചോദിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയായിട്ടാണെന്ന് അവൻ പറയുന്നത് കേൾക്കുമ്പോൾ അവൾ ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവന്റെ അടുത്തേക്ക് 2-3 പ്രാവശ്യം ഈ കുപ്പിയും കൊണ്ട് ചെല്ലും. അവളുടെ കയ്യിൽ നിന്ന് അന്നേരം അത് താഴെ വീണ് പോകും. അതിൽ നിന്ന് തേനീച്ചകളെല്ലാം കൂടി പുറത്ത് ചാടി അവരെ കുത്താനായിട്ട് തുടങ്ങുമ്പോൾ ഡോക്ടർ യങ് പേടിച്ച് ഓടിച്ചെന്ന് ഡോജിയുടെ റൂമിൽ കയറി വാതിലടച്ചു. അങ്ങനെ അവിടെ അവർക്ക് എല്ലാം കുത്തു കിട്ടും, ആകെ ബഹളമാവും. അവർ നോക്കുന്നുണ്ട് ചീവണ്ണെ കാണത്തില്ല, അവൻ അകത്തായി പോയി എന്ന് മനസ്സിലാവും. പക്ഷെ അവനാണെങ്കിൽ മരുന്ന് സ്പ്രേ ചെയ്ത് രക്ഷപ്പെടും. ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ടെങ്കിലും ജംഗ്സൂൺ നോക്കി പേടിപ്പിക്കുന്നത് കൊണ്ട് യങ് ആർക്കും ഒന്നും പറയത്തില്ല. അവർക്കെതിരെ പരാതി കൊടുക്കണം, നമ്മളെ ഇവിടുത്തെ ആളുകൾക്ക് യാതൊരു വിലയില്ല എന്നൊക്കെ യങ് ചിയോന്റെ അടുത്ത് പറയുമ്പോൾ നമ്മള് ഡോക്ടേഴ്സാണ്, ഇവിടെ മിലിറ്ററി ട്രെയിനിങ്ങിന് വന്നതാണ്, അതുകൊണ്ട് ഒന്നും വേണ്ടാതെ എല്ലാം സഹിക്കുന്നതായിരിക്കും നല്ലതെന്ന് അവൻ പറയും. അങ്ങനെയെങ്കിലും ആണെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള സാധനങ്ങളെങ്കിലും അവർ പ്രൊവൈഡ് ചെയ്യണ്ടേ. കുറച്ച് നാളായിട്ട് എനിക്ക് ആവശ്യമുള്ള നീഡിൽസ് ഒക്കെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ടാണ് ഞാൻ വാങ്ങിക്കുന്നതെന്ന് അവൻ വീണ്ടും പരാതി പറയും. അതുകൊണ്ട് അധികം ആത്മാർത്ഥത കാണിക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് ചിയോൺ അവന്റെ റൂമിലേക്ക് പോകും. അവന്റെ ലൈഫിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ഡോജിക്ക് മനസ്സിലാവും. എന്താണെന്ന് അറിയാമോ എന്ന് യങ്ങിന്റെ അടുത്ത് ചോദിക്കും. പഫർ ഫിഷ് പോയ്സണിംഗ് കാരണം 2 പേരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. അതിൽ ഒരാൾ മരിച്ചു പോകും, ഒരാൾ രക്ഷപ്പെടും. ഈ മരിച്ച ആളുടെ ഫാമിലി കേസ് ഫയൽ ചെയ്യും ഡോക്ടർക്കെതിരെ. രക്ഷപ്പെട്ട ആളും കുറച്ച് കഴിയുന്നുണ്ടേ ചിയോണിനെതിരെ കേസ് കൊടുക്കും. അതിന്റെ ആളുകളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നുള്ള ഒരു രീതിക്കാണ് അവരെപ്പോഴും പെരുമാറാറുള്ളത്. തെറ്റൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ സപ്പോർട്ട് കിട്ടുമെന്ന് ചിയോൺ വിചാരിക്കുന്നുണ്ട്. പക്ഷെ അവൻ ട്രസ്റ്റ് ചെയ്ത ആൾ പോലും ഐലൻഡിലെ ആൾക്കാരുമായിട്ട് പ്രശ്നത്തിന് പോകണ്ട, അവരോട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കണ്ട എന്നാണ് അവനോട് പറയുന്നത്. അങ്ങനെ അവൻ ഒറ്റപ്പെട്ടു പോകും. എന്തുകൊണ്ടാണ് അവൻ അങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന് ഡോജിക്ക് മനസ്സിലാവും. ഏകദേശം അവിടുത്തെ കാര്യങ്ങളൊക്കെ ഡോജിക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അടുത്ത പേഷ്യന്റ് വന്നിട്ട് ഒരു ലിസ്റ്റ് അവന് കൊടുക്കുമ്പോഴത്തേക്കിനും അവൻ എതിർപ്പൊന്നും പറയാതെ ആ മരുന്നെല്ലാം അയാൾക്ക് 1 മാസത്തേക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കും. പിന്നീട് വരുന്ന എല്ലാ രോഗികൾക്കും അവൻ അങ്ങനെ തന്നെയാണ് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നത്. അവരെന്ത് ചോദിക്കുന്നോ അത് 1 മാസത്തേക്കുള്ളത് അവൻ എഴുതി കൊടുക്കും. അവരത് വാങ്ങി ഹാപ്പി ആയിട്ട് തിരിച്ചു പോകും. ഇത് സ്ഥിരമാകുമ്പോൾ ശ്രദ്ധിച്ചിട്ട് എന്ത് പറ്റി, ഇയാൾ നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ഇപ്പൊ അവരെ നോക്കുന്ന പോലും ഇല്ലല്ലോ, അവർ ചോദിക്കുന്നതെല്ലാം എഴുതി കൊടുക്കുകയാണല്ലോ എന്ന് ഹാരി വന്നിട്ട് ഡോജി അടുത്ത് ചോദിക്കും.
എന്ത് വെച്ചാൽ ഒന്നുമില്ല, ഞാൻ ഇവിടുത്തെ ലൈഫുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു, അവരുമായിട്ട് വഴക്കിന് പോകരുത്, അവർക്ക് വേണ്ടുന്നത് അങ്ങ് കൊടുത്തേക്കണം എന്ന് ഇയാൾ തന്നെയല്ലേ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. എന്തായാലും 1 വർഷം എങ്ങനെയെങ്കിലും ഇവിടെ കടിച്ചു പിടിച്ച് നിൽക്കണം, അവരെ പിണക്കാതെ നിർത്തണം, അത്രേ ഉള്ളൂ. അതാണ് ഞാൻ ചെയ്യുന്നതെന്ന് നമ്മൾ പറയും. ഇയാള് നല്ലൊരു ഡോക്ടറാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു എന്ന് അവൾ പറയുമ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരും എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പോകുന്നില്ല എന്ന് അവൻ ദേഷ്യത്തിൽ തിരിച്ചു പറയും. അടുത്ത ദിവസം ഹൗസ് വിസിറ്റിന് പോകണമെന്ന് ഹാങ് വന്ന് ഡോജിയെടുത്ത് പറയും. അതിന്റെ കൂട്ടത്തില് ഹാരിയെ വിടാന്ന് പറയുമ്പോഴത്തേക്കിനും ഹാരി ഇത് കേട്ടിട്ട് വന്നിട്ട് ഡോജിക്ക് പകരം ചിയോണിനെ എന്റെ കൂടെ വിടാമോ, കാരണം ഇവിടെയുള്ള ആളുകൾക്ക് ഡോജിയായിട്ട് വലിയ പരിചയമൊന്നുമില്ല, ചിയോൺ കുറച്ച് നാളായിട്ട് ഇവിടെ ഉണ്ടല്ലോ എന്ന് ചോദിക്കും. അവൻ ചിയോണിനാണെങ്കിൽ ഹൗസ് വിസിറ്റിന് പോകാനായിട്ട് ഇഷ്ടമില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഹാങ് ഹെസിറ്റേറ്റ് ചെയ്യും. പക്ഷെ ഇത് കേട്ടോണ്ടാണ് ചിയോൺ വരുന്നത്. അവൻ പോകാമെന്ന് സമ്മതിക്കും. അവനോടുള്ള ദേഷ്യത്തിനായിരിക്കും ചിയോണെ കൂട്ടി ഹാരി പോകുന്നതെന്ന് ഡോജി വിചാരിക്കും. പിറ്റേ ദിവസം അവൻ നടക്കാൻ പോകുമ്പോൾ അവന് ഹാങ്ങിന്റെ കോള് വരും. ഹെഡ് സെന്ററിലേക്ക് കുറെ സാധനങ്ങൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതെല്ലാം വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് പോയി വില്ലേജ് ഹാളിൽ നിന്ന് എടുത്തോണ്ട് വരണം എന്നാണ് അവർ പറയുന്നത്. അയലിലേക്ക് സാധനങ്ങൾ വരുമ്പോൾ ഷിപ്പിലെ എല്ലാം കൂടി ഒന്നിച്ച് വില്ലേജ് ഹാളിലാണ് കൊണ്ടുവന്ന് അടുക്കി വെക്കുന്നത്. ആളുകൾ വന്ന് അവരുടെ പാക്കേജ് ഏതാണെന്ന് നോക്കി എടുത്തോണ്ട് പോവുകയാണ് പതിവ്. ഹെഡ് സെന്ററിലേക്കുള്ള പാക്കേജസ് മാത്രം അവൻ നോക്കി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചീഫ് അങ്ങോട്ടേക്ക് വന്ന് പോകുന്ന വഴി കുറച്ച് പ്രായമായ ആളുകൾ താമസിക്കുന്നുണ്ട്, അതുകൊണ്ട് അവർക്കുള്ള പാക്കേജസും കൂടി കൊണ്ടുപോകണമെന്ന് അവനോട് പറയും. കുറെ സാധനങ്ങളുണ്ട്, എല്ലാം കൂടി താഴെ പോകും. അവൻ അതെടുത്ത് അടുക്കി വെക്കുമ്പോൾ ഒരെണ്ണം ഹാരിക്കുള്ള പാക്കേജ് ആണെന്ന് മനസ്സിലാവും. അവളുടെ ദേഷ്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പാക്കേജിന്റെ ഫോട്ടോ എടുത്ത് അയക്കാം എന്ന് അവൻ വിചാരിക്കുമ്പോൾ അറിയാതെ അവന്റെ സെൽഫി ആയി പോവും. അത് സെൻഡ് ആവുകയും ചെയ്യും. അവനത് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഡിലീറ്റ് ഫോർ മീ ആണ് കൊടുക്കുന്നത്. ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അബദ്ധമായി എന്ന് അവൻ മനസ്സിലാവും. ഷിപ്പിൽ കയറി ഐലൻഡിലെ മറ്റൊരു സൈഡിലേക്കാണ് അവർ പോകുന്നത്. അവിടെ മറ്റൊരു വില്ലേജ് ചീഫ് ഉണ്ട്, അവരെ കൂട്ടിക്കൊണ്ട് പോകും. സീനിയർ സെന്ററിലേക്കാണ് കൊണ്ടുപോകുന്നത് ആദ്യം. അവിടെ ചെല്ലുമ്പോൾ ഒരു ലേഡി എന്റെ കുട്ടി ഫുഡ് കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സിംറ്റംസ് ഒക്കെ പറയും. അവർ ഉപയോഗിക്കുന്ന സ്ലാങ് ഒന്നും ചിയോണിന് മനസ്സിലാവുന്നില്ല. ഹാരിയാണ് അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. നോക്കുന്നുണ്ടെ അവരുടെ പട്ടിക്കുട്ടിയെ പറ്റിയാണ് അവർ അത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് ചിയോണിന് മനസ്സിലാവും. ദേഷ്യത്തിൽ അവൻ പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ വില്ലേജ് ചീഫ് അവരുടെ പുറകെ ചെന്നിട്ട് അവർക്ക് തലയ്ക്ക് നല്ല സുഖമില്ല, കുഞ്ഞിലെ അവരുടെ മോൻ മരിച്ചു പോയതാണ്, പട്ടിക്കുട്ടി മോനാണെന്ന് വിചാരിച്ചാണ് കൊണ്ടു നടക്കുന്നതെന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോൾ ഹാരിക്ക് സങ്കടം തോന്നും. അവൾ നോക്കുന്നുണ്ടെ ചിയോൺ ആരെയോ ഫോൺ ചെയ്തിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കുകയാണ്. ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് പട്ടിക്കുട്ടിയെ പാറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് ചെറുതായിട്ട് അവനെ കടിക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ അവന്റെ കൈ മുറിയും. ഹാരിയാണ് വൂണ്ടൊക്കെ ട്രീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇയാൾക്ക് പട്ടിക്കുട്ടികളെ ഇഷ്ടമാണെന്ന് തോന്നുന്നു എന്ന് അവൾ പറയുമ്പോൾ ഇല്ല, ചെറുതിലെ എന്നെ ഒരു പട്ടിക്കുട്ടി കടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് അതിനെയൊക്കെ പേടിയാണെന്ന് പറയും. പിന്നെ എന്തുകൊണ്ടാണ് ഇയാൾ ട്രീറ്റ് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ടേ ഇയാളെ അത് ബോധർ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നി, അങ്ങനെ അല്ലായിരുന്നോ എന്ന് ചോദിക്കും. എനിക്ക് അവരെ കണ്ടപ്പോൾ എൻ്റെ ഗ്രാൻഡ് മദറിനെ ഓർമ്മ വന്നു, അവർക്ക് ആ പട്ടിക്കുട്ടി അല്ലാതെ വേറെ കൂട്ടൊന്നുമില്ല എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് സങ്കടം വന്നു എന്നുള്ളത് ശരിയാണെന്ന് അവൾ സമ്മതിക്കും. വൈകിട്ട് അവർ രണ്ടുപേരും എല്ലാം കഴിഞ്ഞ് പോകാനിറങ്ങുമ്പോൾ ആ ലേഡി വീണ്ടും ആ പട്ടിക്കുട്ടിയെ കൊണ്ട് വരും, ബ്ലീഡ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട്. ചിയോൺ നോക്കുമ്പോൾ എന്തോ അതിന്റെ ദേഹത്ത് കൊണ്ടു കയറിയിട്ടുണ്ട്. അവന് പേടിയായതുകൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് ഹാരി അടുത്ത് പറയും. അവൾ ധൈര്യം കൊടുക്കും. അങ്ങനെ അവർ കഷ്ടപ്പെട്ടാണ് അതിന്റെ ദേഹത്തു നിന്ന് അതെടുത്ത് മാറ്റുകയും മുറിവ് ഡ്രസ്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നത്. പക്ഷെ അന്നേരത്തേക്ക് രാത്രിയാവും. റെസ്റ്റോറന്റിലെ ലേഡിയാണ് അന്ന് ഡോജിയെ കാണാനായിട്ട് വരുന്നത്. അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കൈ കുറച്ച് ആഴത്തിൽ മുറിഞ്ഞു പോയി. അന്ന് അവർക്കൊരു ഡിന്നർ റിസർവേഷനും ഉണ്ട്, എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല. അത് നോക്കുമ്പോൾ കുറച്ച് ആഴത്തിലാണ്, അതുകൊണ്ട് ഇവിടെ ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, മെയിൻലാൻഡിൽ തന്നെ പോയാലേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കിനും ഇവിടെ തന്നെ ട്രീറ്റ് ചെയ്യണമെന്ന് അവർ നിർബന്ധം പിടിക്കും. നാവിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല എന്ന് അവൻ അവരുടെ അടുത്ത് പറയും. രാത്രിയായി ഡോജി നോക്കുമ്പോൾ രണ്ടുപേരും തിരിച്ചു വന്നിട്ടില്ല. അന്നേരം ഹാങ്ങിന് ഒരു കോള് വരും, അത് ഹാരിയാണ്. അവരിറങ്ങാൻ നേരം ഒരു പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യേണ്ടി വരുന്നു, അതുകൊണ്ട് വന്നപ്പോഴത്തേക്കിനും ലാസ്റ്റ് ബോട്ട് പോയിട്ടുണ്ട്, ഇന്നിനി അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും എന്ന് ആണ് അവൾ വിളിച്ച് പറയുന്നത്. അത് കേൾക്കുമ്പോഴത്തേക്കിനും ഡോക്ടർ യങ് ആണെങ്കിൽ എക്സൈറ്റഡ് ആവും. ഇതൊക്കെ റിയൽ ലൈഫിൽ സംഭവിക്കാറുണ്ടോ? ഞാനിതൊക്കെ സിനിമകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, 80s മൂവീസ് ഒക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ പിന്നീട് എന്താണെന്ന് നമുക്ക് അറിയാലോ എന്ന് അവൻ പറയും. അവർ താമസിക്കാൻ ചെല്ലുമ്പോൾ എക്സാക്ട്ലി ഒരു റൂം മാത്രമേ ബാക്കി കാണത്തുള്ളൂ. അങ്ങനെ അവർക്ക് അവിടെ താമസിക്കേണ്ടി വരും. ഓക്വേർഡ്നെസ് മാറ്റാനായിട്ട് അവർ ഡ്രിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അവസാനം അവർ ആ നൈറ്റ് ഒന്നിച്ച് സ്പെൻഡ് ചെയ്യും. അതാണല്ലോ യൂഷ്വലി സംഭവിക്കാറെന്ന് പറയുമ്പോഴത്തേക്കിനും നിർത്താനായിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഡോജി റൂമിലേക്ക് തിരിച്ചു പോകും. ശരിക്കും അവർ ചെല്ലുമ്പോൾ യങ് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. ഒരു റൂം മാത്രമേ ബാക്കിയുള്ളൂ, ഇയാൾക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ റൂം ഷെയർ ചെയ്യാമെന്ന് ഇന്നിന്റെ ഓണർ പറയുന്നുണ്ടെങ്കിലും അത് സാരമില്ല, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് ഹാരി അവരോട് പറയും. അവർ ബീറൊക്കെ കുടിച്ചോണ്ടിരിക്കുമ്പോൾ ഇയാൾക്ക് ശരിക്കും എന്നെ ഓർമ്മയില്ലേ എന്ന് ചിയോൺ വീണ്ടും അവളുടെ അടുത്ത് ചോദിക്കും. ആദ്യമായിട്ടാണ് ഞാൻ ഡേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് പ്രപ്പോസ് ചെയ്യുന്നതിന് മുമ്പ് ഒരാൾ എന്നെ റിജക്ട് ചെയ്യുന്നതെന്നും അവനൊരു സൂചന കൊടുക്കും. കുറെ കാലം മുമ്പ് അവൻ ഇന്റേൺ ആയിരുന്ന സമയത്ത് ഒരു ദിവസം നടന്നു വരുമ്പോൾ അവിടെ ഒരു മോട്ടോർ സൈക്കിൾ ആക്സിഡന്റ് നടന്നിട്ടുണ്ടെന്ന് കാണും. അത് നോക്കുമ്പോൾ ആരോ CPR കൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അത് ഹാരി ആയിരുന്നു. അവനും
പോയി ഹെൽപ്പ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ അയാൾക്ക് ശ്വാസം തിരിച്ചു കിട്ടും. അന്നേരത്തേക്ക് ആംബുലൻസും വരും. അത് കഴിഞ്ഞ് ഹാരി പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കിനും അവിടെ ഫോൺ പുറത്തു പോയിട്ടുണ്ടെന്ന് കണ്ട് അവനത് പുറകെ കൊണ്ടുചെന്ന് കൊടുക്കും. അവൻ നമ്പർ ചോദിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് എനിക്ക് ഓൾറെഡി ഒരു ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് അവൾ പോകാനായിട്ട് തുടങ്ങുമ്പോൾ ഇത് ഇയാളുടെ ഫോണാണെന്ന് പറഞ്ഞ് അവൻ അത് തിരിച്ചു കൊടുക്കും. അല്ലെങ്കിൽ തന്നെ ഇയാളെ കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ള ഒരാളാണെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ ഇയാള് കണ്ണാടി നോക്കിയാൽ മതി എന്ന് പറയും. അവള് നോക്കുമ്പോഴത്തേക്കിനും കരഞ്ഞിട്ട് അവളുടെ കൺമശിയെല്ലാം അവിടെ ഇവിടെ എല്ലാം ആയിരിക്കുകയാണ്. അവൾ ഒരു ചമ്മിയെ ചിരിച്ചിരിക്കുന്നുണ്ട്. ഷിയോൺ എന്ന് പറയുമ്പോൾ അവൾക്ക് ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. അത് അവനായിരുന്നു എന്ന് തിരിച്ചറിയുകയും ചെയ്യും. ഷിയോൺ നോക്കുമ്പോൾ ഹാരി കൂളായിട്ട് റൂമിൽ കിടക്കാൻ വേണ്ടി ബെഡെല്ലാം റെഡിയാക്കുകയാണ്. രണ്ടുപേരും അവിടെയാണോ കിടക്കാൻ പോകുന്നതെന്ന് അവനൊരു ആശങ്കയുണ്ട്. ഒരു ദിവസത്തെ കാര്യമല്ലേ, ആർക്കും പുറത്ത് കിടക്കാനൊന്നും പറ്റത്തില്ല. ഇവിടെ എന്തൊക്കെ ജീവികളാണ് ഉണ്ടാവുക എന്ന് പറയാൻ പറ്റത്തില്ല. എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവള് കിടക്കാൻ പോകുമ്പോൾ അവൻ കോട്ടൂരി നടുക്കോട്ട് വെക്കും. ഇത് ഞാനല്ലേ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് അവൾ ഉറങ്ങാൻ കിടക്കും. കുറെ നേരം കഴിയുമ്പോഴത്തേക്കിനും അവൾ സ്നോർ ചെയ്യാൻ തുടങ്ങും. കാലെടുത്ത് അവന്റെ മേളിലേക്ക് വെക്കുകയും ചെയ്യും. അങ്ങനെ ഷിയോൺ അന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. ഡോജി ഈ സമയം ഹാരിയുടെ പാക്കേജുമായിട്ട് അവളുടെ വീട്ടിലേക്ക് ചെല്ലും. ഗേറ്റിന്റെ അവിടെ വെച്ചിട്ട് പോകാമെന്നാണ് ആദ്യം വിചാരിക്കുന്നത്. ഹാൻഡിൽ വിത്ത് കെയർ എന്ന് എഴുതിയിട്ടുള്ളത് കൊണ്ട് സൂക്ഷിച്ചു വെക്കണം എന്നും പറഞ്ഞ് അവൻ വീണ്ടും അകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് തുടങ്ങുമ്പോൾ അകത്ത് ഹാരിയുടെ അമ്മ അവളുടെ അടുത്ത് ഫോണിൽ സംസാരിക്കുന്നത് കേൾക്കും. അതും ശ്രദ്ധിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ അവിടെ നിന്ന് പാത്രത്തിൽ തട്ടി അവൻ വീഴും. കള്ളനാണെന്ന് വിചാരിച്ച് അടിക്കാൻ ചെല്ലുമ്പോൾ ഞാൻ ഈ പാക്കേജ് തരാൻ വന്നതാണെന്ന് അവൻ പറയും. ഡോജിയെ അമ്മമ്മ തിരിച്ചറിയും. നോക്കുമ്പോൾ അവൻ വീണ കൈക്ക് മുറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് ഡ്രസ് ചെയ്യാനായിട്ട് വിളിച്ചുകൊണ്ട് പോകും വീട്ടിലേക്ക്. അവിടെ ചെന്ന് അവൻ നോക്കുമ്പോൾ അവരുടെ കയ്യിൽ ഒരുപാട് പെയിൻ കില്ലേഴ്സ് ഇരിക്കുന്നതാണ്. എന്ത് വേദനയ്ക്കാണ് ഇത്രയ്ക്കും ഗുളികകൾ കഴിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തലവേദന വരാറുണ്ട്, അത് ഞാൻ എപ്പോഴും കഴിക്കാറില്ല എന്ന് അവർ പറയും. നിങ്ങളുടെ ബോഡി നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ തോന്നും, പക്ഷെ എപ്പോഴും അങ്ങനെ ആയിരിക്കണം എന്നില്ല. എന്തെങ്കിലും അസ്വസ്ഥത തോന്നുവാണെങ്കിൽ ഒരു ഡോക്ടറിനെ പോയി കാണണം. ഹെൽത്ത് സെന്ററിലേക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ അവന്റെ നമ്പർ അമ്മൂമ്മയുടെ ഫോണിൽ സേവ് ചെയ്ത് കൊടുക്കും. ഷിയോൺ രാവിലെ എത്തി ഹാരി അന്ന് ലീവിലാണെന്ന് ഡോജി അന്വേഷിക്കുമ്പോൾ ജങ്സൂൺ പറയും. അന്നേരം അവിടുത്തെ ഫോൺ റിങ് ചെയ്യും. സാധാരണ സ്വിച്ച് ഹാങ് ആണ് അത് എടുക്കുന്നത്. അന്നേരം അവരെ അവിടെ കാണാത്തത് കൊണ്ട് ഡോജി അതെടുത്ത് സംസാരിക്കും. അവിടെ എല്ലാം ഓക്കെ ആണോ എന്നാണ് വിളിക്കുന്ന ആള് ചോദിക്കുന്നത്. അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇവന് മനസ്സിലാവുന്നില്ല. ആരാണെന്ന് ചോദിക്കുമ്പോൾ അയാൾ പേര് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അന്നേരം സിസ്റ്റർ അങ്ങോട്ടേക്ക് വന്നിട്ട് ചില ആളുകൾ ഇതുപോലെയാണ് ഒരു ആവശ്യമില്ലാതെ വിളിച്ച് നമ്മളുടെ സമയം മെനക്കെടുത്തും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാൻ പറയും. അത് കേൾക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ ബിസിയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഹെൽത്ത് സെന്ററിലേക്ക് വരാൻ പറഞ്ഞിട്ട് ഡോജി കോള് കട്ട് ചെയ്യും. ഐലൻഡിൽ അയാൾ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചു വരുത്തി ഗവർണർ എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു. അവിടുന്നാണ് അയാൾ ലൈവായിട്ട് ഹെൽത്ത് സെന്ററിലേക്ക് വിളിക്കുന്നത്. അന്നേരമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അയാൾക്കതൊരു കുറച്ചിലായി പോകും. പക്ഷെ പെട്ടെന്ന് തന്നെ അവിടെ അയാൾ എന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ശ്രദ്ധ തിരിക്കാനായിട്ട് അയാൾക്ക് പറ്റും. പറ്റിയ പണിഷ്മെന്റ് തന്നെ ആ ഹെൽത്ത് സെന്ററിന് കൊടുക്കണം, പ്രത്യേകിച്ച് ഡോജി എന്ന് പറഞ്ഞ ഡോക്ടർക്ക് എന്ന് പറഞ്ഞിട്ടാണ് അയാൾ പ്രസ് കോൺഫറൻസ് കഴിഞ്ഞ് പോകുന്നത്. ലീവ് വീണ്ടും ചുമ കുറയാനിട്ട് ഡോജിയെ കാണാനായിട്ട് വരും. അയാളുടെ മരുമോള് വേറെ ഗുളികയൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതും ശരിയാകുന്നില്ല. അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഡോസ് കൂടിയ സ്ട്രോങ്ങർ ആയിട്ടുള്ള മെഡിസിൻ വേണമെന്നാണ് അയാൾ പറയുന്നത്. ഇതിന് വേറെ എന്തെങ്കിലും റീസൺ കാണും, പരിശോധിക്കണം എന്ന് ഡോജി പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും അയാൾ സമ്മതിക്കത്തില്ല. അങ്ങനെ അയാൾ ആവശ്യപ്പെട്ടതുപോലെ കുറച്ചും കൂടി ഡോസ് കൂടിയ മരുന്ന് അയാൾക്ക് എഴുതി കൊടുക്കും ഡോജി. ഇപ്പോ എല്ലാവരും ആവശ്യപ്പെടുന്ന കൂട്ടാണല്ലോ എല്ലാം ചെയ്യുന്നത്, എന്ത് പറ്റിയും ചോദിക്കുമ്പോൾ നമ്മളെക്കാട്ടിലും അവർക്കായിരിക്കുമല്ലോ അവരുടെ ബോഡി നന്നായിട്ട് അറിയാവുന്നത്. അങ്ങനെയാണ് ഇവിടെ എല്ലാവരും പറയുന്നത്, അതുകൊണ്ട് ഞാൻ അതിനനുസരിച്ച് ചെയ്യുകയാണെന്ന് അവൻ മറുപടി കൊടുക്കും. അതൊക്കെ വെറുതെ പറയുന്നില്ലേ. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് എങ്ങനെയാണ് ഹാർട്ട് അറ്റാക്ക് വന്നത്, സ്റ്റെന്റ് വിട്ടിട്ടുണ്ടെന്ന് ഹാങ് പറയുന്ന നോക്കുമ്പോൾ അവൻ ആകെ പാനിക് ആവും. അയാളുടെ മെഡിക്കൽ ഹിസ്റ്ററിയിൽ അതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അവൻ നോക്കുമ്പോൾ അതൊന്നും മെഡിക്കൽ ഹിസ്റ്ററിയിൽ കാണിക്കുന്നില്ല. അത് ചിലപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ വിട്ടുപോയതായിരിക്കും എന്ന് ഹാങ് പറയും. അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ ഇപ്പൊ കൊടുത്ത മെഡിസിൻ അയാൾ കഴിക്കുവാണെങ്കിൽ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള സൈഡ് ഇഫക്ട്സ് വരും, അതല്ലെങ്കിൽ അയാൾ മരിച്ചു പോകാനായിട്ട് ഇടയുണ്ട്. അതുകൊണ്ട് അവൻ പാനിക്കായി അയാളുടെ പുറകെ ഓടും. അയാൾ ഈ സമയത്ത് സ്കൂട്ടറിലെ പാട്ടൊക്കെ വെച്ചിട്ട് പോവാണ്. മെഡിക്കൽ സെന്ററിൽ നിന്നും അയാളെ വിളിക്കുന്നുണ്ട്, പക്ഷെ റേഡിയോ കേൾക്കുന്നതുകൊണ്ട് കോള് വരുന്നത് അയാൾ അറിയുന്നില്ല. ഇവൻ ഓടി അയാൾ വീട്ടിലെത്തുമ്പോഴത്തേക്കിനും അയാളുടെ കൂടെ അവിടെ എത്തും. എത്രയും പെട്ടെന്ന് എനിക്ക് തിരിച്ചു തരണം, നിങ്ങൾക്ക് ഹാർട്ടിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞാണോ, അകത്ത് സ്റ്റെന്റ് ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് അയാൾ പറയും. എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ അത് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നാണ് അയാൾ തിരിച്ചു ചോദിക്കുന്നത്. അന്നേരം ഇവൻ ദേഷ്യപ്പെടും. ഈ മരുന്നൊക്കെ കഴിക്കുകയാണെങ്കിൽ നിങ്ങളെ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇപ്പൊ കഴിക്കുന്ന ടാബ്ലറ്റ്സ് മുഴുവൻ എനിക്ക് തിരിച്ചു തരാനായിട്ട് പറഞ്ഞ് അയാളുടെ കയ്യിലിരുന്ന കവർ അവൻ പിടിച്ചു വാങ്ങിക്കും. എന്നിട്ട് മരുമോളി വാങ്ങിക്കൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞ ടാബ്ലറ്റ്സും നോക്കുമ്പോൾ ആ ഗുളികയുടെ ഒക്കെ സൈഡ് ഇഫക്ട്സ് ആണ് ഇയാൾക്ക് മാറാതെ നിൽക്കുന്ന ചുമ. അതുകൊണ്ട് നിങ്ങളുടെ ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ ഹോസ്പിറ്റൽ എവിടെയാണോ അവിടെ പോയി കണ്ടിട്ട്
അവരോട് ഇതിനെക്കുറിച്ച് പറയണമെന്ന് അവൻ പറയും. നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി ഏറ്റവും നന്നായിട്ട് അറിയാമെന്നൊക്കെ തോന്നുമായിരിക്കും, പക്ഷെ ഒരിക്കലും ഒരു ഡോക്ടറിനെ വിശ്വസിക്കരുത്. കൃത്യമായി എന്താണ് നിങ്ങൾക്ക് അസുഖം എന്ന് അവർ പരിശോധിച്ചാൽ മാത്രമേ കണ്ടെത്താനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഒരു ഡോക്ടർ എന്ത് പറയുന്നു അത് വിശ്വസിക്കാനായിട്ട് ശ്രമിക്കണം എന്ന് ദേഷ്യപ്പെട്ടിട്ടാണ് അവൻ പോകുന്നത്. എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇത്രയും ദൂരം നിങ്ങൾ ഓടി വന്നത്, അതിന് നന്ദിയുണ്ടെന്ന് ലീ ഡോജിയെടുത്ത് പറയും. എന്റെ മകനോ മരുമോളോ പോലും ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് അയാൾ പറയുമ്പോൾ ഒന്നും മിണ്ടാതെ ഡോജി അയാളെ നോക്കിക്കൊണ്ട് നിൽക്കും. അവൻ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടി വിയർത്ത് കുളിച്ചാണ് അവിടം വരെ എത്തിയെന്ന് അയാൾക്കും വൈഫിനും മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവൻ അവിടുന്ന് പോകുമ്പം വേറൊരു അമ്മൂമ്മയെ വഴിയിൽ വെച്ച് കാണും. അവൻ എക്സസൈസ് ചെയ്യണം എന്ന് പറഞ്ഞു കൂട്ടി ചെയ്തപ്പോഴത്തേക്കിനും അവരുടെ വേദന മാറിയെന്നാണ് പറയുന്നത്. അവിടുന്ന് ചെല്ലി തന്നെ റെസ്റ്റോറന്റ് അടച്ചിട്ടേക്കാണ്. മെയിൻലാൻഡില് സർജറിക്ക് വേണ്ടിയിട്ട് പോയേക്കുവാണെന്നാണ് നോട്ടീസ് എഴുതി വെച്ചേക്കുന്നത്. എല്ലാവരും അവൻ പറയുന്നത് അനുസരിക്കാൻ തുടങ്ങിയോന്ന് എന്തു പറ്റി ഇതൊക്കെ അവൻ ആലോചിക്കും. ഹെൽത്ത് സെന്ററിൽ തിരിച്ചു വരുമ്പോൾ പാപ്പ അങ്ങോട്ടേക്ക് വരും. വീണ്ടും അവനെ അന്വേഷിച്ച് വന്നതാണെന്ന് അവിടെയുള്ള എല്ലാവരും തെറ്റിദ്ധരിക്കുമെങ്കിലും അയാൾ ഒക്ടോപസിനെ കൊണ്ട് വന്നതാണ്. ഇതെന്താണ് സംഭവം എന്ന് എല്ലാവരും അന്തം വിട്ട് നിൽക്കുമ്പോൾ ഹാരി അങ്ങോട്ടേക്ക് വരും. അവള് അവധി എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ, ശരിക്കും മെയിൻലാൻഡിലേക്ക് പോയതാണ് ഹോസ്പിറ്റലിൽ എന്ന്. എന്തുകൊണ്ടാണ് പാർക്കിന് ഇൻഷുറൻസ് കിട്ടാത്തതെന്ന് അന്വേഷിക്കും. അന്വേഷിച്ച് വരുമ്പോൾ ഇൻഷുറൻസ് കമ്പനി അയാളെ പറ്റിക്കാൻ ശ്രമിച്ചതാണെന്ന് അവർക്കൊക്കെ മനസ്സിലാവും. അയാൾക്കും ഓൾറെഡി ഹാർട്ടിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് സ്റ്റെന്റൊക്കെ ഇട്ടിട്ടുണ്ട്. അതങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കാനായിട്ട് അവർ ശ്രമിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ കേസ് കൊടുക്കുവാണെങ്കിൽ ഇൻഷുറൻസിന്റെ എമൗണ്ട് അവർക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ. കുറച്ച് സമയം എടുക്കുമെങ്കിലും അയാൾക്ക് ചെലവായ പൈസ മുഴുവൻ കിട്ടും. അവർ പറഞ്ഞത് വിശ്വസിച്ചല്ലോ എന്നുള്ളൊരു കുറ്റബോധം അയാൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉള്ള ഉച്ചഭക്ഷണം എന്റെ വൈഫ് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഡോജി എടുത്ത് പ്രത്യേകമായിട്ട് നന്ദിയും പറഞ്ഞിട്ടാണ് അയാൾ പോകുന്നത്. ഹാരി അന്ന് രാത്രി സൂപ്പർ മാർക്കറ്റിലേക്ക് ചെല്ലുമ്പോൾ ഡോജി അവളെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിപ്പുണ്ടാവും. എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ലാന്ന് പ്രിറ്റൻഡ് ചെയ്യാനായിട്ട് അവൻ ശ്രമിക്കും. പക്ഷെ അതിനുശേഷം അവളോട് താങ്ക്സ് പറയും, പാർക്കിന്റെ കാര്യം സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തതിന്. അന്നേരം അവന്റെ സെൽഫി കാണിച്ചിട്ട് ഇതെന്തിനാണ് എനിക്ക് അയച്ചതെന്ന് അവൾ ചോദിക്കും. അബദ്ധം പറ്റി അയച്ചതാണ്, ഡിലീറ്റ് ചെയ്യണം എന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് നോക്കി ചിരിക്കാലോ എന്ന് പറഞ്ഞിട്ട് അവൾ അതിനെ തമാശയായിട്ട് പറയും. അവനെന്തോ സങ്കടം ഉണ്ടെന്ന് ഹാരിക്ക് മനസ്സിലാവും. ഇയാളെ ഡിസ്റ്റർബ്ഡ് ആണെന്ന് തോന്നും. എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ അവൻ അവളുടെ അടുത്ത് പറയും. അതൊക്കെ തിരിച്ചു വാങ്ങി കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞല്ലോ, പിന്നെ ഇപ്പോൾ പ്രശ്നമില്ലല്ലോ എന്ന് അവൾ ചോദിക്കുമ്പോൾ അതല്ല, ആ മരുന്ന് അയാൾ വാങ്ങിക്കൊണ്ട് പോയി എന്ന് അറിഞ്ഞപ്പോൾ മുതൽ എനിക്ക് പേടിയായിരുന്നു. കാരണം അയാൾക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് വരികയോ മരണം തന്നെ സംഭവിക്കുകയോ ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പാനിക്കായിട്ട് അയാളുടെ പുറകെ ഓടിയത്. അങ്ങനെയല്ല എൻ്റെ മനസ്സിലെ ചിന്ത, അയാൾക്ക് എന്തെങ്കിലും സംഭവിക്കുവാണെങ്കിൽ ആരെങ്കിലും എനിക്കെതിരെ പരാതി കൊടുക്കും, എനിക്കെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ വരും, ഞാനിവിടെ അകപ്പെട്ടു പോകും എന്നൊക്കെയായിരുന്നു. ഞാൻ എന്നെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത്. പക്ഷെ അവിടെ ചെന്ന് അയാളുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അയാളുടെ ജീവൻ രക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് അയാൾ എന്നോട് നന്ദി പറഞ്ഞു എന്ന് അവൻ കുറ്റബോധത്തോടെ പറയും. അത് കേൾക്കുമ്പോൾ ഹാരി എൻ്റെ കൂടെ വരാൻ പറഞ്ഞിട്ട് അവനെ വിളിച്ച് എങ്ങോട്ടേക്കോ പോകും. എങ്ങോട്ടേക്കാണ്, എന്തിനാണ് പോകുന്നതെന്നൊക്കെ ഡോജി ചോദിക്കുന്നുണ്ടെങ്കിലും അവിടെ ചെല്ലുമ്പോൾ അറിയാമെന്നാണ് അവൾ പറയുന്നത്. അവിടെ ചെന്ന് കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടും അവൻ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പോകാനായിട്ട് തുടങ്ങുമ്പോൾ അവള് തിരിച്ചു വിളിക്കും. ഫയർഫ്ലൈസിനെ കാണാൻ വേണ്ടിയിട്ടാണ് അവള് അവനെയും കൂട്ടി വന്നത്. സിറ്റിയിൽ ജനിച്ച് വളർന്നത് കൊണ്ട് അവൻ അങ്ങനെ ഒരു കാഴ്ച അതിന് മുമ്പ് കണ്ടിട്ടില്ലായിരുന്നു. ഈ ഐലൻഡും ഇവിടുത്തെ ആളുകളും ഇതുപോലെയാണ്, അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നല്ലവരാണെന്ന് നമുക്ക് മനസ്സിലാവുമെന്ന് അവൾ ഡോജി എടുത്ത് പറയും. ബിയർ കുടിച്ച് സംസാരിച്ചിരുന്നാലോ എന്ന് ഡോക്ടർ യങ് ചിയോന്റെ അടുത്ത് ചോദിക്കുമ്പോൾ എനിക്ക് ഇന്നലെ ഉറങ്ങാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ നേരത്തെ കിടക്കാൻ പോവാണെന്ന് പറയും. അവൻ പറഞ്ഞതൊക്കെ സങ്കല്പിച്ചതൊക്കെ അതുപോലെ സംഭവിച്ചു എന്ന് യങ് വിചാരിക്കും. അന്നേരം അവന്റെ ഫോണിലേക്ക് കുറെ മെസ്സേജസ് ഒരുമിച്ച് വരും. നോക്കുമ്പോൾ ഗ്രൂപ്പ് ചാറ്റിൽ എല്ലാവരും ആരെയോ പറ്റി സംസാരിക്കുകയാണ്. നിങ്ങളുടെ ഹെൽത്ത് സെന്ററിൽ പുതുതായിട്ട് ഒരു നേഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ടോ? അസം ഹോസ്പിറ്റലിൽ നിന്നാണോ ജോയിൻ ചെയ്തത്? അങ്ങനെയാണെങ്കിൽ ആ നേഴ്സിനെ സൂക്ഷിക്കണം. കാരണം ഡോക്ടർ ഹണ്ടർ എന്നാണ് ആ നേഴ്സിന്റെ നിക് നെയിം. ഡോക്ടേഴ്സിനെ മാത്രമേ ഡേറ്റ് ചെയ്യാറുള്ളൂ. ഇവിടെ ഇൻഫേമസ് ആയിരുന്നു, ഷോർട്ട് ഹെയർ ആണ്, മൂക്കിന്റെ മേളിൽ ഒരു മറുകുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഹാരിയെ കുറിച്ചാണ് അവർ പറയുന്നതെന്ന് ഒരു ഞെട്ടലോടെ അവൻ മനസ്സിലാക്കും. ഇയാളെന്തിനാണ് ചിയോങ്ങിനെ കൂട്ടി അങ്ങോട്ടേക്ക് പോയത്? ഞാൻ വരണ്ടാന്ന് പറഞ്ഞത് എന്തിനാണെന്ന് അവളുടെ അടുത്ത് ഡോജി ചോദിക്കുമ്പോൾ അവിടെ നടന്നു പോകാൻ പറ്റുന്ന ദൂരം അല്ലായിരുന്നു, ബോട്ടിൽ 1 മണിക്കൂർ ഇരിക്കണമായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് പറയും. അപ്പൊ അവന്റെ കണ്ടീഷൻ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്തതാണ്. അവൻ തെറ്റിദ്ധരിച്ചതുപോലെ ദേഷ്യം ഉണ്ടായിട്ടല്ല എന്ന് ഡോജിക്ക് മനസ്സിലാവും. പക്ഷെ ഞാനത് റിഗ്രറ്റ് ചെയ്തു. ഒരുപക്ഷെ അങ്ങനെയൊന്നും ചിന്തിക്കാതെ ഇയാളെ കൂട്ടി പോയാൽ മതിയായിരുന്നു. അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഇയാൾക്ക് എന്റെ കൂടെ വരാൻ താല്പര്യമുണ്ടോ, നമുക്ക് ഒന്നിച്ചു പോയാലോ എന്ന് അവൾ അവനോട് ചോദിക്കും.